എന്താണ് വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ. ഇവരൊക്കെ എന്തിനാ ഫോണും കൂടെ നടക്കുന്നത്? അങ്ങനെ തേടി വിളി കാണിച്ചു കിട്ടി കേട്ടോ. വിളി വലിയ കാര്യമായിട്ട് ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണല്ലോ. എങ്ങനെയാണോ ഞാൻ പറഞ്ഞാലേ എന്താണ് പെൺപറ്റിന്റെ കാര്യമൊക്കെ ചോദിച്ചത്? നിങ്ങൾ പെങ്കച്ചുണ്ട്, നിങ്ങൾ ചെറുക്കൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താ, എന്നാലേ എനിക്കൊരു പെണ്ണിന്റെ ഫോട്ടോ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പെണ്ണിന്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റുള്ളൂ. ഞാൻ ചെറുക്കന്റെ ഫോട്ടോ ഒക്കെ തരാം. പെങ്കച്ച എങ്ങനെയുണ്ട്? കസ്റ്റഡിയിലുണ്ടോ? പെണ്ണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയാം. പക്ഷേ ചെറുക്കൻ്റെ ഡീറ്റെയിൽസ് പറയണം. ചെറുക്കൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഗവൺമെന്റ് എംപ്ലോയി ആണോ അതോ ഇപ്പോൾ പെണ്ണുള്ള വിദേശമാണ് ഉള്ളത്, ഇപ്പോൾ നേഴ്സാണ്. അപ്പോൾ എന്താണ് ചെറുക്കൻ്റെ ആവശ്യങ്ങളെന്ന് ഞാൻ ഇപ്പോൾ പെണ്ണിന്റെ ഭാഗത്ത് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. കാരണം അവർ കൂടുതൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ വിദേശത്തോട്ട് പോകാനാണ്, പെണ്ണിന്റെ കൂട്ടത്തിൽ പോകാനാണെങ്കിൽ അതും ആലോചിക്കുന്നുണ്ട്. ചോദിച്ചത് അതല്ല, നമുക്കിവിടെ ഒരു കൃഷിക്കാരൻ പയ്യനാണ് ഉള്ളത്. അവന് പറ്റിയ കുട്ടികൾ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് മെയിനായിട്ട്. പല സ്ഥലത്തും പോയി നോക്കി. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഗവൺമെൻറ് എംപ്ലോയിയും അതും പിന്നെ നഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കൂടുതലും. പക്ഷെ നമുക്ക് ഒരു കൃഷിക്കാരൻ പയ്യനാണ്, അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് പറ്റിയ പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചെറുക്കിന് പറ്റിയ പെണ്ണ് ഇതിനകത്തുണ്ട്. കൃഷിക്കാരനല്ലേ, പെണ്ണുണ്ട്. നമുക്ക് ആലോചിക്കാന്നേ. ഇങ്ങോട്ട് വാ. പെണ്ണിന്റെ ഫോട്ടോ എടുക്കണോ? പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. ഹലോ, അടുത്ത ദിവസം തന്നെ കാണാം. പെണ്ണെ വിദേശത്താണ്, വരുന്ന താമസമേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ വേറൊക്കെ അറ്റൻഡ് ചെയ്യാൻ വിളിക്കാം കേട്ടോ. വൈകിട്ടത്തേക്ക് വിളിക്കാം. എന്റെ പൊന്നെ, ഇപ്പൊ സീസണല്ലേ, നോയമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ സീസണാണ്. പെണ്ണിന്റെ ഫോട്ടോ ഇതിനകത്ത് ഞാൻ കാണിക്കാറില്ല. നമ്മുടെ ഒരു കസിനാണേ, അതുകൊണ്ടാണ് 25-26 വയസ്സേ ഉള്ളൂ. പെണ്ണ് വിദേശത്താണ് ജോലി. അപ്പൊ അവര് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃഷിക്കാരനാണല്ലോ, അവര് കുഴപ്പമില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കേസ് നടത്തും. പെണ്ണ് കുഴപ്പമില്ല. അപ്പം പെണ്ണിന്റെ കൂടെ അധികം പ്രായമല്ലേ, 32 വയസ്സ് കൂടുതലില്ല. 32 വയസ്സ് കുഴപ്പമില്ല. അപ്പൊ ഈ പെൺകൊച്ചിനെ കാണാൻ എന്നാ പോകാൻ പറ്റും? നമുക്ക് പെണ്ണിനെ കാണാൻ പോകാൻ പറ്റും. പോവാം. ചെറുക്കാൻ ഡീറ്റെയിൽസ് തന്നു കഴിയുമ്പോൾ ഞാൻ പെണ്ണിന്റെ ഡീറ്റെയിൽസ് തരും. എന്നിട്ട് നമുക്ക് പോകാം. നമുക്ക് അടുത്ത ഞായറാഴ്ച പോയേക്കാം. എന്റെ നമ്പർ ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. ഇന്ന് ഫോൺ എടുക്കാത്ത വേറെ ഒന്നുണ്ടല്ല, വേറെ തിരക്കാൻ്റെ പേരിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുറെ നേരമായിട്ട് അവിടെ വെല്ലടിച്ചത്. ഇങ്ങനെ ബ്രോക്കറാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഒരു തന്നെ തപ്പി എത്ര നാളായി ഞാൻ നടക്കാൻ നോക്കിയിട്ട്. ഞാൻ ഇന്നാളെ ഒരു പെങ്കൊച്ചിന് കാര്യം പറഞ്ഞിട്ട് എന്തായി? വല്ലതും ആയോ? ഉണ്ടോ പിള്ളേർ വല്ലതും? പെണ്ണുണ്ട്. പെണ്ണിന്റെ ഡിമാൻഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ, പെണ്ണ് കാനഡയിൽ ഉള്ള പെണ്ണുണ്ട്, ഗൾഫ് രാജ്യത്തുള്ള പെണ്ണുണ്ട്, ഡോക്ടർ നേഴ്സുണ്ട്, അല്ലാതെ തന്നെ നേഴ്സിംഗ് പഠിക്കുന്ന കൊച്ചുണ്ട്. സോറി, ഒന്ന് കേട്ടു. പെണ്ണുണ്ട്. അപ്പൊ നമ്മളിതിനകത്ത് ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതൊരു നല്ല ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. സ്ഥലങ്ങളൊന്നും പറയത്തില്ല, അടുത്ത് തന്നെ ഉള്ളതാണ്. ചെറുക്കന്റെ ഫോട്ടോസ് നിങ്ങൾ കാണിക്കും, ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് തരും. അപ്പൊ പെണ്ണിന്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് തരും.